ഹലോ ട്രേഡേഴ്സ്, നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ പുതിയൊരു അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ മാർക്കറ്റ്? അതിന് മുന്നേ നിങ്ങൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്ത ഒരാളാണെങ്കിൽ താഴെ കമൻറ്റിൽ യെസ് എന്ന് അറിയിക്കുക. കാരണം ഇന്നലെ ഞാനൊരു കീ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സേഫ് എൻട്രി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ലെവൽ. അത് ബാങ്ക് നിഫ്റ്റിയിൽ 48,140 എന്ന ലെവലും, അതേപോലെ തന്നെ നിഫ്റ്റിയിൽ 22,425 എന്ന ലെവൽ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിരിക്കും നിങ്ങൾക്ക് സേഫ് ആയിട്ട് എൻട്രി കിട്ടുക. അതേപോലെ തന്നെ ഇന്ന് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് യാതൊരു ട്രേഡ്സും എക്സിക്യൂട്ട് ചെയ്തില്ല. അതിന് താഴെ നിങ്ങൾക്ക് എടുക്കുന്ന ഒരു റിസ്കി ട്രേഡ് ആയിരുന്നു, റിസ്കി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം ഒരു കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രീമിയം ഡി കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾ ഇന്ന് ട്രേഡ് എടുത്തുവെങ്കിൽ, അതായത് ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു റിസ്കി എൻട്രി ആയിരുന്നു എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ഡി കെ കാരണം നിങ്ങളെ ചിലപ്പം എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ടാവും. എന്നാലും അധികം വലിയൊരു പോയിന്റ് ഒന്നുമില്ല, അത്യാവശ്യം ചെറിയൊരു ലോസിനാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു നാളെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെ പോസിബിൾ വ്യൂസ് ആണുള്ളത്, എവിടെയൊക്കെയാണ് ഞങ്ങൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 50-minute ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ, എന്നിട്ട് മുകളിലേക്ക് നാളെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കാണിക്കുന്നതെങ്കിൽ, ഞങ്ങൾ ഈ ഇന്നലെ പറഞ്ഞ ലെവല്, അതായത് 22,425 എന്ന ലെവൽ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ലെവലിൽ കൂടെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സേഫ് എൻട്രി കിട്ടും. അതായത് അപ്പൊ നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ഫോം ആയി, അറ്റ്ലീസ്റ്റ് ഒരു 5-minute ടൈം ഫ്രെയിമിലെങ്കിലും അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയി മുകളിലേക്ക് ബ്രേക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 22,500 എന്ന ലെവൽ സെലക്ട് ചെയ്യും. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് പെൻഡിങ് ഉണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് പെൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലെവൽ ഞങ്ങൾക്ക് 22,500 എന്ന ലെവലിൽ ഈസിയായി ഞങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത്, അതൊരു ബെയറിഷ് മൂവ്മെന്റ് നാളെ കാണിക്കുന്നെങ്കിൽ ഞങ്ങൾ 22,320 എന്ന ലെവലിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് ഇത് നല്ല രീതിക്ക് തന്നെ ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഒന്ന് ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് പ്രഷർ തന്നെ നിങ്ങൾക്ക് താഴോട്ടേക്ക് കാണാൻ കഴിയും. കാരണം നിങ്ങളൊന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ മുകളിലേക്ക് ഒരു സി ട്രേഡിലേക്ക് ആരൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവോ അവരുടെയൊക്കെ എസ് എൽ ഹിറ്റ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താഴേക്ക് ഒരു ബെയറിഷ് മൂവ്മെന്റ് കാണാൻ കഴിയും. അപ്പോൾ നാളെ അങ്ങനെ ഒരു സിനാരി നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് 22,270 എന്ന ലെവൽ ചൂസ് ചെയ്യാം. അതും ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് 22,200 എന്ന ലെവലും നമുക്ക് ടാർഗറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി ഗ്യാപ്പ് അപ്പാണ് നാളെ കാണാൻ കഴിയുന്നതെങ്കിൽ ഞങ്ങൾക്ക്, അതായത് ഈ ഒരു റേഞ്ചിന് മുകളിലൊക്കെ 22,450യുടെ മുകളിൽ ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് ഓപ്പണിംഗ് തരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡില ഫോം ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ല താഴെ ഒരു വീക്ക്നെസ് ആ കാണിക്കുന്നെങ്കിൽ ഈ ഒരു 22,425 എന്ന ലെവലിനൊക്കെ വീണ്ടും ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ചിന്റെ ഫസ്റ്റ് ടാർഗറ്റ് സെലക്ട് ചെയ്യാം. അത് 22,350 എന്ന ലെവലിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അഥവാ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നെ തരികയാണെങ്കിൽ, ഈ ഒരു റേഞ്ചിലൊക്കെ തരികയാണെങ്കിൽ ഒരു പുൾ ബാക്കിനായി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു റേഞ്ചിൽ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഹൈ റേഞ്ചിലൊക്കെ ഒന്ന് വന്നിട്ട് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം മാത്രം ഞങ്ങൾക്ക് ഇവിടെ അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 22,500 തന്നെയായിരിക്കും. ഇനി അഥവാ നാളെ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തരുന്നത്, ഞങ്ങൾ പറഞ്ഞ 22,320യുടെ താഴെയൊക്കെയാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തരുന്നതാണെങ്കിൽ ഞങ്ങൾ അവിടെ മുകളിലേക്ക് ഒരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആയാൽ ആ ക്യാൻഡിലെ ബ്രേക്ക് ഡൗണിന് ശേഷം ഞങ്ങൾക്കൊരു ട്രേഡ്സ് നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാം. അത് 22 നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞ പോലെ തന്നെ 22,270 എന്ന ലെവലും ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 22,200 എന്ന ലെവലിൽ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. പക്ഷെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, നാളെ ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആക്കി തരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു വൺ ഡയറക്ഷൻ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കാണാനുള്ള ചാൻസും ഉണ്ടാവും. അവിടെ നിങ്ങൾ ചാടിക്കേറി എൻട്രി എടുക്കാതെ നല്ല അത്യാവശ്യം ഒരു പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്ത് ഈ ഒരു ലെവൽസ് ഞങ്ങൾ പറഞ്ഞ ലെവൽസ് ഒക്കെ ഇതൊക്കെ ഒന്ന് നല്ല രീതിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് അന്ന് സസ്റ്റെയിൻ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നിഫ്റ്റിയിലെ പോസിബിൾ വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നാണ് താഴെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പോസിബിൾ വ്യൂസ് ഉള്ളത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി എന്ന് അത്യാവശ്യം നല്ല കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു അല്ലേ, അത്യാവശ്യം നിങ്ങൾക്ക് പ്രീമിയം ഡി കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മുകളിലേക്കാണ് ബ്രേക്ക് മൂവ്മെന്റ് തരുന്നതെങ്കിൽ, അതായത് 48,140 എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ ഒരു കീ ലെവൽ അത് ബ്രേക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഡേ ഹൈ വരെ ഞങ്ങൾക്കൊരു ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 5-minute ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി നിങ്ങൾക്ക് അതിന് ഒരു ശേഷം ഒരു ബ്രേക്ക് ഔട്ട് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡേ ഹൈ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്.
ഇത് വീണ്ടും ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 48,570 എന്ന ലെവലൊക്കെ ഞങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നാളെ അത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നിട്ട് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അതായത് 48,935 എന്ന ലെവലൊക്കെ നമ്മൾ പ്രോപ്പറായി താഴെ സസ്റ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം ഞങ്ങൾക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാൻ കഴിയും. അതേപോലെ ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്ന ഓൾമോസ്റ്റ് 47,770 ആയിരിക്കും. അതും വീണ്ടും ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് 47,660 എന്ന ലെവലുണ്ട്. വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ ഞങ്ങളുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഓൾമോസ്റ്റ് 47,420 എന്ന ലെവൽ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി അഥവാ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ തരുന്നെങ്കിൽ ഞങ്ങൾ നിഫ്റ്റിയിൽ എങ്ങനെയാണോ ഗ്യാപ്പ് ഡൗൺ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഞങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുക. അതായത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ശേഷം ഒന്നെങ്കിൽ ഞങ്ങൾ പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ പുൾ ബാക്കിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് കാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് ഞങ്ങൾക്ക് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നൊക്കെ ഒരു ബെയറിഷ് കാൻഡിൽ ഫോം ആയി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് ശേഷം ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ല ചിലപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ശേഷം ഒരു വൺ ഡയറക്ഷൻ മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ഒരു പ്രോപ്പർ ലെവൽ ഫോളോ ചെയ്ത് ബ്രേക്ക് ഡൗണിന് ശേഷം മാത്രം ഞങ്ങൾ അവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി നാളെ ഒരു ഗ്യാപ്പ് അപ്പാണ് ഞങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റേഞ്ചില്ലേ ഈ റേഞ്ചിനടുത്ത് വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയി വരികയാണെങ്കിൽ അതിനുശേഷം ഞങ്ങൾക്ക് ഒരു അപ്പ് സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അതല്ല നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ അത് ഞങ്ങൾ പറഞ്ഞ് 48,145 എന്ന ലെവലിൽ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു റിവേഴ്സൽ സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഞങ്ങൾ ഡേ ഹൈ എന്ന ലെവലും സെലക്ട് ചെയ്യാം. ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഞങ്ങൾക്ക് 48,570 എന്ന ലെവലും ഞങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ആൻഡ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ആണ് നിങ്ങൾ തീർച്ചയായും താഴെ കമന്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ കൂടെ നിങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.